കല്യാണപ്രായമായാൽ പിന്നെ ഒരു ജീവിത പങ്കാളിയെക്കുറിച്ച് സ്വപ്നം കാണാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? പണ്ടൊക്കെ ബ്രോക്കർമാർ വഴിയാണ് വിവാഹാലോചനയെങ്കിൽ ഇപ്പോൾ മാട്രിമോണിയൽ സൈറ്റാണ് പലരും ആശ്രയിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രൊഫൈലുകളും തെറ്റായ വിവരങ്ങളും കൊടുത്ത് ആളുകളെ കബളിപ്പിക്കുന്നത് പോലെ മാട്രിമോണിയൽ സൈറ്റുകളിലും തട്ടിപ്പ് തകൃതിയായി നടക്കുന്നുണ്ട്. ഇത്തരം സൈറ്റുകളിലെ ഫോട്ടോയും അവരുടെ മധുരവാക്കുകളും വിശ്വസിച്ച് ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ വരട്ടെ. ഇങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നം കണ്ട് പിന്നീട് ചതിക്കപ്പെട്ട ഒട്ടേറെ യുവതികളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസാണ് ഒടുവിലത്തേത്. ഇതോടൊപ്പം പാലക്കാട് കൊപ്പത്ത് 16-കാരിയെ 3 വർഷം മുൻപ് ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ച ദിവസം കൂടിയാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനവുമായി തുടങ്ങിയ ബന്ധം, പക്ഷേ അത് അവസാനിച്ചത് വഞ്ചനയിലും ലൈംഗിക ചൂഷണത്തിലുമായിരുന്നു. കാസർഗോഡ് സ്വദേശിനിയായ 32-കാരി ചതിക്കപ്പെട്ട കഥ ഈ നാട്ടിലെ എല്ലാ യുവതികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. വടകര സ്വദേശി മുഹമ്മദ് ഷമ്മാസ് വിവാഹ വാഗ്ദാനം നൽകി പലതവണയാണ് യുവതിയെ പീഡിപ്പിച്ചത്. പിന്നീട് ഭീഷണിപ്പെടുത്തി 8 ലക്ഷം രൂപയോളം തട്ടിയെടുക്കുകയും ചെയ്തു. ഒടുവിൽ ബന്ധത്തിൽ നിന്നും പിന്മാറിയതോടെ യുവതി പോലീസിൽ പരാതി നൽകി. കേസിൽ മുഹമ്മദ് ഷമ്മാസിനെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്തു. പ്രതി സമാനമായ രീതിയിൽ നിരവധി സ്ത്രീകളെ ചൂഷണം ചെയ്തെന്നാണ് വിവരം. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തെന്ന പരാതിയിൽ വടകര സ്വദേശിക്കെതിരെ കേസ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 32-കാരുടെ പരാതിയിൽ മുഹമ്മദ് ഷമാസ് എന്നയാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. 8.5 ലക്ഷത്തോളം രൂപ ഇയാൾ കൈക്കലാക്കിയതായും പരാതിയിൽ പറയുന്നു. പിന്നീട് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. പ്രതി സമാനമായ രീതിയിൽ മറ്റു സ്ത്രീകളെയും ചൂഷണം ചെയ്തതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി വിദ്യാനഗർ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ കരുതിയിരുന്നു, പിടിക്കപ്പെട്ടാൽ ഒരു കോടതിയും നിങ്ങൾക്ക് മാപ്പ് തരില്ല. പോക്സോ കേസുകളിൽ അതിവേഗത്തിലാണ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത്. പാലക്കാട് കൊപ്പത്ത് 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കോടതി വിധിച്ചത് മാതൃകാപരമായ ശിക്ഷയാണ്. കൊപ്പം സ്വദേശി മുഹമ്മദ് ഷാഹിദ് 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ വിധി. ലാണ് കേസിനാസ്പദമായ സംഭവം. 16 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. സംഭവത്തിൽ കൊപ്പം മണ്ണേങ്ങോട് സ്വദേശി എടനിരക്കാട്ടിൽ വീട്ടിൽ 25-കാരൻ മുഹമ്മദ് ഷാഹിദിനെ 20 വർഷം തടവിനും 30,000 രൂപ പിഴ അടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. പിഴ സംഖ്യ ഇരക്കി നൽകാനും വിധിയായി. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ദിനേശൻ പിള്ളയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. കൊപ്പം സബ് ഇൻസ്പെക്ടർമാരായ MB രാജേഷ്, ബേബിച്ചൻ ജോർജ് എന്നിവരാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി.
പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ ലൈസണർ ഓഫീസർ എസ് മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. കേസിൽ 15 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 18 രേഖകളും ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഭർത്താക്കന്മാരുടെ ക്രൂരമായ പീഡനം സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നരക ജീവിതം നയിക്കുന്ന ഒട്ടേറെ യുവതികളുണ്ട് ഈ നാട്ടിൽ. സംശയരോഗവും ലഹരോഗവും കാരണം കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിയവർ. ഇങ്ങനെ കലഹം പതിവായ വീടുകൾ. ഇവിടെ ഇരകളാകപ്പെടുന്നത് സാധുക്കളായ സ്ത്രീകളാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. സേലം ആത്തൂർ സ്വദേശി 23-കാരി കൃഷ്ണവേണിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഭർത്താവ് മണികണ്ഠനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. മണികണ്ഠൻ സ്ഥിരം മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ഈ മാസം 10-ന് ഒറ്റപ്പാലം അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വാടക വീട്ടിലാണ് അർദ്ധരാത്രിയോടെ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സേലം ആത്തൂർ സ്വദേശിനി 23 വയസ്സുള്ള കൃഷ്ണവേണിയാണ് മരിച്ചത്. യുവതിയുടെ കഴുത്തിൽ കയറിന്റെ പാട് കണ്ടെത്തിയതോടെ സംഭവം കൊലപാതകമാണെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. തുടർന്ന് ഭർത്താവ് സേലം സ്വദേശി 37 വയസ്സുകാരൻ മണികണ്ഠനെ തന്ത്രപൂർവ്വം ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദിവസങ്ങൾക്ക് മുമ്പ് കൃഷ്ണവേണി ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ പാടാണ് കഴുത്തിൽ കണ്ടതെന്നാണ് മണികണ്ഠൻ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കഴുത്തിൽ തുണിയുരുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചു. മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ അസ്വാഭാവിക മരണത്തിനുള്ള വകുപ്പുകൾ മാറ്റി കൊലക്കുറ്റത്തിനുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. വാടക വീട്ടിൽ അടുത്ത മുറിയിൽ താമസിക്കുന്നവരാണ് കൃഷ്ണവേണി മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത്. ഇവരാണ് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചത്. സംഭവ സമയം മണികണ്ഠൻ വീടിന് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇത്തരത്തിൽ മദ്യപിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ന്യൂസ് 18 പട്ടാമ്പി. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ വീഡിയോ ചിത്രീകരിക്കുന്നതും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും നിയമപരമായി തെറ്റാണോ? പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ പോലീസ് നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചാൽ ആ ദൃശ്യങ്ങൾ പകർത്താമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്, അല്ലേ? എന്നാൽ പോലീസിന് മുന്നിൽ വലിയ ഷോ കാണിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് കൂടി മനസ്സിലാക്കണം. കൊല്ലം കൊട്ടാരക്കരയിൽ പിങ്ക് പോലീസിനെതിരെ ഫേസ്ബുക്ക് ലൈവ് നൽകിയ യുവാവ് അറസ്റ്റിലായി. KTR മീഡിയ അഡ്മിനായ വല്ലം സ്വദേശി വിഷ്ണുവിനെയാണ് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിങ്ക് പോലീസിന്റെ പരാതിയിലാണ് നടപടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസുകാർക്ക് ചുളുവിന് കുറച്ച് പെറ്റിയടിക്കുവാൻ വേണ്ടി ഈ മഹാഗണപതിയുടെ മുന്നിൽ തൊഴാൻ തരുന്ന ആളുകൾക്ക് പെറ്റിയടിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. കാരണം പിങ്ക് പോലീസാണ്. പിങ്ക് പോലീസിന്റെ ആളുകൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ അവരറിയാതെ ഒളിച്ചു നിന്നുകൊണ്ട് ഫൈൻ അടിക്കുക. മെയ് 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിങ്ക് പോലീസിനെതിരെ വിഷ്ണു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഹെൽമറ്റ് ധരിക്കാതെ ക്ഷേത്രത്തിലെത്തുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ ഫോട്ടോ പകർത്തി പിഴ ഈടാക്കുകയാണെന്നാരോപിച്ചായിരുന്നു ലൈവ്. അതേസമയം വിഷ്ണുവും ഭാര്യയും ക്ഷേത്ര ദർശനത്തിന് ശേഷം ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്തപ്പോഴാണ് പോലീസ് ഫോട്ടോ എടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കൊട്ടാരക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിലവിലെ കേസിനൊപ്പം മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലും വിഷ്ണു പ്രതിയാണെന്ന് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. പോലീസുകാർക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പോലീസുകാർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക കേട്ടോ. കൊട്ടാരക്കര മഹാഗണപതിയുടെ മുന്നിൽ വന്നിട്ട് ആവശ്യമില്ലാതെ ഫൈൻ അടിക്കുകയാണ് പിങ്ക് പോലീസ് പുതിയതായിട്ട് വരുന്ന. എന്നാൽ ക്ഷേത്രത്തിന് മുന്നിൽ അകാരണമായി പോലീസ് പെറ്റി നൽകുന്നത് എതിർത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക മാത്രമാണ് വിഷ്ണു ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. വ്യാജരേഖകൾ ചമച്ച അവയവ കച്ചവടം നടത്തിയ കേസിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത് വിദേശ ബന്ധമുള്ള വൻ റാക്കറ്റിലേക്കാണ്. അവയവദാനത്തിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. മുഖ്യപ്രതി നജീബ് വൻ റാക്കറ്റിന്റെ കണ്ണി എന്നാണ് സൂചന. കേസിൽ റിമാൻഡിൽ കഴിയുന്ന നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇയാൾ അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് വൻതുക കൈപ്പറ്റിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. നിയമവിരുദ്ധമായി അവയവങ്ങൾ വിറ്റവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. രണ്ടായിരത്തി 2024 ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ രാജ്യാന്തര റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ച മധു ജയകുമാറിന്റെ സ്റ്റെമ്മ ക്ലബ്ബ് മുതൽ നജീബ് കല്ലട്രയുടെ സ്ഥാപനം വരെ മെഡിക്കൽ ടൂറിസം എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിന്റെ മറവിൽ അവയവക്കടത്താണ് എന്ന് മാത്രം. അവയവദാനത്തിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടക്കുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. നജീബ് കല്ലട്ര പ്രധാന പ്രതിയായ അവയവ കച്ചവട കേസിലും മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ വ്യക്തമാക്കി. മനുഷ്യക്കടത്ത് അടക്കം കൂടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഇതിലങ്ങനെ മനുഷ്യക്കടത്തിന്റെ ആംഗിളുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതല്ല, കിഡ്നി ആവശ്യമുള്ള ആളുകൾ ഇത്തരം റാക്കറ്റ്സിനെ സമീപിച്ചുകൊണ്ട് അവർ ഓരോ ഇൻഡിവിജ്വൽ കേസുകളാണെങ്കിൽ ആ ഒരു ആംഗിൾ വരില്ല. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൂടുതൽ ആളുകൾ പല സ്ഥലത്ത് വന്നിട്ട് അവരുടെ കിഡ്നി ഇങ്ങനെ വ്യാപകമായി എടുത്ത് കൊടുക്കുന്ന സംവിധാനമുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആംഗിൾ അന്വേഷിക്കും. അവയവക്കടത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ടെന്നും കേരളത്തിലെ ആശുപത്രികളിൽ തന്നെയാണ് ഓപ്പറേഷൻ നടക്കുന്നതെന്നും റൂറൽ SP പറഞ്ഞു. 25-ലധികം ദാതാക്കളെയും സ്വീകർത്താക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സ്വകാര്യ ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും മൊഴിയെടുക്കുമെന്നും റൂറൽ SP. ഇതിൽ കണ്ടെടുത്തുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ സർജറിയൊക്കെ നടത്തിയിട്ടുള്ളത്. ഇനി വിദേശത്ത് ബന്ധം എന്നുള്ളത് ഈ പ്രതി വലിയൊരു ക്രിമിനലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ആംഗിൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രതിയുടെ വിദേശബന്ധം പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നജീബ് വലിയ ശൃംഖലയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. വിദേശത്തുള്ള സഹോദരനെ പറ്റിയും അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് നജീബ് വാങ്ങിക്കൂട്ടിയത്. നജീബിന്റെ സ്വത്ത് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 6 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നജീബിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചതെന്നും പോലീസിന് ലഭിച്ചത്. അവയവദാന നിയമത്തിന്റെ മറവിലായിരുന്നോ ഇയാൾ ഈ നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവയവം ആവശ്യമുള്ളവരിൽ നിന്നും വൻതുക കൈപ്പറ്റുകയും അതിൽ നിന്നും വലിയൊരു തുക കമ്മീഷനായി എടുക്കുകയും ചെയ്തതിലൂടെയാണ് ഇയാൾ അനധികൃതമായി പണം സമ്പാദിച്ചത്. സ്വീകർത്താക്കളായ ആളുകളിൽ നിന്നും പണം തട്ടിയതായും വിവരമുണ്ട്. 2 മുതൽ 5 ലക്ഷം രൂപ വരെ പലരിൽ നിന്നായും ഇയാൾ കൈപ്പറ്റിയ ശേഷം മുങ്ങിയിട്ടുണ്ട്. നിലവിൽ 2 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പേരിൽ ബെനാമി അക്കൗണ്ടുകൾ ഉണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇയാളെ വ്യാജരേഖയുണ്ടാക്കാൻ സഹായിച്ച സനോജ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കലക്ടേഴ്സ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ അവയവ കച്ചവടത്തിനായി വലിയ ശൃംഖല തന്നെ നജീബ് കെട്ടിപ്പടുത്തു. പല ജില്ലകളിലായാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിരുന്നു. നജീബിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തിയ ഡയറി കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. രാജ്യാന്തര ബന്ധം അന്വേഷിക്കാൻ കൊച്ചി സിറ്റി പോലീസും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഷാഹിൻ ഷാ, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അമ്പലമേട് ഇൻഫോ പാർക്ക് ഉദയംപേരൂർ പോലീസ് ഇൻസ്പെക്ടർമാരും 4 സബ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ 15 പേരടങ്ങുന്നതാണ് SIT. ന്യൂസ് 18 കൊച്ചി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവരിൽ നിരവധി ക്രിമിനൽ സംഘങ്ങളുണ്ട്. ഇവിടെ കൊലപാതകവും മോഷണവും നടത്തി നാടുവിട്ടാൽ അവരെ പിടികൂടുന്നത് വെല്ലുവിളിയാണ്. എന്നാൽ കേരള പോലീസ് ഇപ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് പിന്നാലെയുണ്ട്. സംസ്ഥാനം വിട്ടാലും നിങ്ങളെ പൊക്കിയിരിക്കും. മലപ്പുറത്ത് വ്യാപാരിയെ കൊലപ്പെടുത്തി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 12 വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഒഡീഷയിൽ പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി സഞ്ജയ് റാണയെയാണ് അറസ്റ്റ് ചെയ്തത്.
ഒഡീഷയിൽ വ്യാജ പേരിൽ ഇയാൾ ഒളിച്ചു കഴിയുകയായിരുന്നു. വ്യാപാരിയെ കഴുത്തറുത്തു കൊന്ന കേസിൽ 12 വർഷം മുൻപ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ ഒഡീഷയിലെ ഒളിസങ്കേതത്തിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. രേഖകളും പേരും മാറ്റി ഒഡീഷയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി സഞ്ജയ് റാണ. കേസിലെ മുഖ്യപ്രതിയും സഞ്ജയ് റാണയുടെ സഹോദരനുമായ ബിജോയ് റാണ ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കിഴക്കേ പാണ്ടിക്കാട് സ്വദേശിയായ വ്യാപാരി പേർക്കുത്ത് മുഹമ്മദ് എന്ന 68-കാരൻ കടയടച്ചു പോകവേ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാണ്ടിക്കാട് ചിറ്റടിപ്പാടത്ത് വെച്ച് ബിജോയ് റാണയും സഞ്ജയ് റാണയും ചേർന്ന് മുഹമ്മദിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ബിജോയ് റാണയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് കൂട്ടുനിന്നു, തെളിവ് നശിപ്പിക്കാൻ സഹായം നൽകി എന്നിവയായിരുന്നു സഞ്ജയ് റാണയ്ക്കെതിരായ കുറ്റം. 2014 ഇരുവരും ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസ് വർഷങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സഞ്ജയ് രേഖകൾ മാറ്റി ഒഡീഷയിൽ ഒളിവിൽ കഴിയുന്നതായി കണ്ടെത്തിയത്. തുടർന്നാണ് പാണ്ടിക്കാട് CI പ്രകാശൻ, SI അനൂപ്, CPO ജിഗീഷ്, CPO ധനേഷ് എന്നിവരടങ്ങുന്ന സംഘം ഒഡീഷയിലെത്തി സഞ്ജയ് റാണയെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. ഭരണം മാറിയത് ചില സഖാക്കൾ ഇപ്പോഴും അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. പാർട്ടിയുടെ തണലിൽ ഗുണ്ടായിസവും ഭീഷണിയും കാട്ടിയിരുന്ന കാലം മാറി കേട്ടോ. എന്നാൽ ഇപ്പോഴും അക്രമവും വെല്ലുവിളിയുമായി നടക്കുന്ന CPI നേതാക്കളുണ്ട്. ഇടുക്കിയിൽ കർഷകനെ CPM പ്രാദേശിക നേതാവും മകനും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിലേക്കാണ്. നെടുങ്കണ്ടം സ്വദേശി സുരേന്ദ്രൻ നായർക്കാണ് പരിക്കേറ്റത്. പാട്ടഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൂട്ടാൽ സ്വദേശിയായ ഭുവനചന്ദ്രൻ, മകൻ പ്രദീപ് എന്നിവർക്കെതിരെയാണ് പരാതി. സ്വദേശിയായ CPM പ്രാദേശിക നേതാവ് തമ്പി എന്നറിയപ്പെടുന്ന ഭുവനചന്ദ്രൻ നായരും ഇയാളുടെ മകൻ പ്രദീപും ചേർന്ന് സുരേന്ദ്രനെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നാണ് പരാതി. ഇയാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുരേന്ദ്രന്റെ ഭൂമിയുടെ പാട്ടക്കരാർ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തമ്പിയുടെ കയ്യിൽ നിന്നും താൻ പണം കടം വാങ്ങിയിരുന്നെന്നും അപ്പോൾ ഒപ്പിട്ട് വാങ്ങിയ മുദ്രപേപ്പറിൽ വ്യാജമായി പാട്ടക്കരാർ എഴുതി ചേർത്ത് ഭൂമി തട്ടിയെടുക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. നിലവിൽ തമ്പിയും കുടുംബവും ഭൂമിയിൽ കയറുന്നതിന് കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലംഘിച്ച് ആയുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം. വീടിനകത്ത് കയറി തമ്പിയുടെ മകനും ചേർന്ന് വാക്കത്തി കൊണ്ട് വെട്ടുകയും ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും ചെയ്ത് നിന്നെ കൊല്ലുവിട എന്നും പറഞ്ഞാണ് ആദ്യമേ കയറിയത്. ഞാൻ ഏതായാലും ഇറങ്ങി എൻ്റെ ഈ പറമ്പിൽ നിന്നും പോകുക, ഏതായാലും നിനക്കൊരു സമ്മാനം കൂടി ഞാൻ തന്നേച്ച് പോകുക എന്നും പറഞ്ഞ് നിന്നെ പൂശിയച്ച് ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുക. ആ ഓർഡറിനെ ലംഘിച്ച് മകനും 4 പേര് കൂടി പെരയ്ക്കകത്ത് കയറി അടിക്കുകയായിരുന്നു ചെയ്തത്. സുരേന്ദ്രൻ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം സുരേന്ദ്രൻ ആക്രമിച്ചതായി ആരോപിച്ച് തമ്പിയും മകനും പരാതി നൽകിയിട്ടുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ ഭൂസംബന്ധമായ തർക്കത്തിൽ നിരവധി പരാതികൾ കമ്പമേട്ട് പോലീസിൽ നിലവിൽ ഉണ്ട്. ന്യൂസ് 18 ഇടുക്കി. താരസംഘടനയായ അമ്മയിലെ തൊഴിൽ പീഡന പരാതി ഏറെ വിവാദമായ ദിവസങ്ങൾ. പരാതിയും കേസുമായതോടെ അമ്മ നേതൃത്വത്തിൻ്റെ അടിയന്തര ഇടപെടൽ. ആരോപണം വിവാദമായതോടെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരി അതുല്യെ പുറത്താക്കിയ നടപടി റദ്ദാക്കി. ആരോപണ വിധേയനായ ട്രഷറർ ഉണ്ണി ശിവപാലിന് നിർബന്ധിത അവധി നൽകുകയും ചെയ്തു.
അതുല്യെ പുറത്താക്കിയ നടപടി തെറ്റാണെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടെത്തിയതോടെയാണ് ഇടപെടൽ. അതിനിടെ വീണ്ടും തൊഴിൽ പീഡന പരാതിയുമായി മുൻ ജീവനക്കാരൻ അപ്പു നോർത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ട്രഷറർ ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണമായിരുന്നു മുൻ ജീവനക്കാരിയായിരുന്ന അതുല്യ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് അമ്മ എക്സിക്യൂട്ടീവ് അടിയന്തര യോഗം ചേർന്നത്. 2 അംഗങ്ങൾ മാത്രം ചേർന്ന് അതുല്യെ പുറത്താക്കിയ നടപടി തെറ്റാണെന്ന് യോഗം വിലയിരുത്തി. നടപടി പിൻവലിച്ചതായി പ്രസിഡന്റ് ശ്വേത മേനോൻ. യോഗത്തിൽ പരാതിക്കാരി അതുല്യയെ വിളിച്ചു വരുത്തിയിരുന്നു. തന്റെ പക്കലുള്ള തെളിവുകൾ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയെന്നും ഉണ്ണി ശിവപാൽ മാപ്പ് പറയണമെന്നും അതുല്യ. നടപടിയെ കുറിച്ചൊന്നും ഇതുവരെ എനിക്ക് വ്യക്തമല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. അവർ തീരുമാനിച്ചിട്ട് അവരോടൊന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും. യോഗത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പിന്നെ മെമ്പേഴ്സ് കുറച്ച് പേരുണ്ട്. അതിൽ ഇല്ലാത്ത 3-4 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്. ഒരു കാര്യം കൺഫേം ചെയ്ത്, നേരത്തെ ശ്വേത മേനോൻ ഈ കാര്യം പറഞ്ഞിരുന്നു. മാർച്ച് 6-ന് ഞാൻ പരാതി കൊടുത്തത് ശ്വേത മേനോനും കുക്കു പരമേശ്വരനും ആണ്. ഒഫീഷ്യലി കൊടുത്ത മെയിൽ അതാണ്. അതിന് മുന്നേ ഞാൻ ജനറൽ സെക്രട്ടറിക്ക് മാത്രമാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പോലീസിന് കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും ആക്ഷനോ മൊഴിയെടുപ്പം എന്തെങ്കിലും ചെയ്തിരുന്നു? പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് സീരിയസ് ആയിട്ടുള്ള കംപ്ലൈന്റ് തന്നെയാണ്. അതിനിടെ നോർത്ത് പോലീസിന് പരാതിയുമായി മുൻ ഫ്രണ്ട് ഓഫീസ് മാനേജറായിരുന്ന അപ്പുവും രംഗത്തെത്തി. യാതൊരു കാരണവുമില്ലാതെ തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടെന്നും ശമ്പളം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെയാണ് പരാതി. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരികയാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിൽ. അതിന് പല കാരണങ്ങളുണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. 45 വയസ്സിന് മുകളിലുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതലും. കോഴിക്കോട് താമരശ്ശേരിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ജീവനൊടുക്കിയത് സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ഭീഷണിയെ തുടർന്നാണ്. താമരശ്ശേരി സ്വദേശി മുരളീധരനെ പഞ്ചായത്ത് ഓഫീസിനുള്ളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ഭീഷണിയാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഗോവേണിപ്പടിയിൽ മുരളീധരനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓഫീസിന് സമീപം തന്നെ ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയും പാർക്ക് ചെയ്തിരുന്നു. 56 വയസ്സുള്ള മുരളീധരൻ ഏറെക്കാലമായി താമരശ്ശേരി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു. സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് സ്വയം ജീവനെടുക്കുന്നുവെന്ന ആത്മഹത്യാക്കുറിപ്പ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഫിനാൻസ് കമ്പനി ജീവനക്കാർ ഓട്ടോ സ്റ്റാൻഡിലെത്തി മുരളീധരനെ പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി സുഹൃത്തുക്കൾ പറയുന്നു. നിരവധി ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു അതിക്രമം. പണം ആവശ്യപ്പെട്ട് ഇതേ ജീവനക്കാർ വീട്ടിലുമെത്തി ബഹളം വെച്ചിരുന്നു. ഈ മാനസിക വിഷമമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സാമ്പത്തിക കാര്യത്തിൽ ബുദ്ധിമുട്ട് മെഞ്ഞാന്ന് 4-ാം നാൾ വരെ 2-3 പ്രാവശ്യം വരെ ആൾ തിരഞ്ഞു വന്നു. ബൈക്കിൽ എന്തോ പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു പോയതാണ്. ഞാനും 2 പ്രാവശ്യം വന്നിരുന്നു. അതിന്റെ തലേന്ന് 2 പ്രാവശ്യം വന്നിരുന്നു. അതിന്റെ ശേഷം മുരളിക്ക് ശേഷം മനപ്രയാസമുണ്ട്. കാരണം എൻ്റെ ഭാര്യ ഇവിടെ കിടത്തതിലാണ്, വളരെ സീരിയസ് ആയിട്ട് കിടത്തുക. അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ പൈക്ക് ഇവർ വന്ന് ചോദിച്ചപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടാണ് ഇപ്പോൾ പലത് ചെയ്തത്. അടവ് തെറ്റിയിട്ടുണ്ടെന്നല്ലാതെ എമൗണ്ട് കൊടുക്കാണ്ടുള്ളത് പറഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്യുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അതെല്ലാം ഓൻ തന്നെ പറയലുണ്ട്, എനിക്കതിനുള്ള ധൈര്യമല്ല എന്നുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഫിനാൻസ് കമ്പനി ജീവനക്കാരുടെ ഭീഷണിയെക്കുറിച്ചടക്കം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.
ജോലി ചെയ്യുന്ന സ്ഥലത്തും പൊതുയിടത്തും എന്തിനു പറയുന്നു, വീടുകളിൽ പോലും നമ്മൾ സദാ നിരീക്ഷണത്തിലാണല്ലേ. രഹസ്യമായി ചെയ്യുന്ന കാര്യം പോലും പുറത്തു വരാൻ നിമിഷ നേരം മതി. അങ്ങനെയെങ്കിൽ പിന്നെ കള്ളന്മാരുടെ കാര്യം പറയേണ്ടതുണ്ട്. ചുറ്റുപാടുമുള്ള CCTV നിരീക്ഷണങ്ങളെ മറികടന്ന് വേണം കവർച്ച നടത്താൻ. മലപ്പുറം കോട്ടയ്ക്കലിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിക്കാനുള്ള ശ്രമം സ്പോട്ടിൽ കയ്യോടെ പൊളിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. CCTV ക്യാമറയിലൂടെ കവർച്ചാ ശ്രമം ശ്രദ്ധയിൽപ്പെട്ട നിരീക്ഷക സംഘം മൈക്രോഫോണിലൂടെ ഉച്ചത്തിൽ ബഹളം വെച്ചതോടെ ഫോൺ തിരികെ കൊടുത്ത യുവാവ് തടി തപ്പുകയായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 3:30 കോട്ടക്കലിലെ ഒരു ജ്വല്ലറി ഷോറൂമിന് മുന്നിലാണ് സംഭവം. ജ്വല്ലറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന മധ്യവയസ്കന്റെ ഫോണാണ് കണ്ടാൽ മാന്യനെന്ന് തോന്നുന്ന യുവാവ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. പുലർച്ചെയായതോടെ ഒന്ന് മയങ്ങിയ സെക്യൂരിറ്റി ജീവനക്കാരൻ അറിയാതെ മൊബൈൽ ഫോൺ എടുക്കാനുള്ള ശ്രമം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് മോഷണ ശ്രമം പൊളിഞ്ഞത്. പാന്റും ഷർട്ടും ധരിച്ച് കയ്യിൽ 2 ബാഗുകളുമായി നടന്നു വരികയായിരുന്ന യുവാവാണ് മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കടയുടെ മുന്നിലെത്തിയ യുവാവ് ഉറങ്ങിക്കിടക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെയും അടുത്തിരിക്കുന്ന മൊബൈൽ ഫോണും ഏതാനും നിമിഷം നോക്കി നിന്ന ശേഷം ഫോൺ കയ്യിലെടുത്ത് നടന്നകന്നു. ഉടനെ നിരീക്ഷക സംഘം മൈക്രോഫോണിലൂടെ സെക്യൂരിറ്റി എന്ന് ഉറക്കെ വിളിച്ചതോടെ ഉറക്കത്തിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണർന്നു. ഇതോടെ മൊബൈൽ ഫോൺ സെക്യൂരിറ്റിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ച് തടി തപ്പി കള്ളൻ മാതൃകയായി. സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്ന ഏജൻസി തന്നെ CCTV ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സുരക്ഷാ ജീവനക്കാരെ വിളിച്ചുണർത്താൻ ഒരു മൈക്രോഫോൺ സംവിധാനവും ഉണ്ടാകും. ഈ സംവിധാനത്തിലൂടെയാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഉടനടി വിവരം അറിയിച്ചതും മോഷണ ശ്രമം കയ്യോടെ പൊളിച്ചതും. ന്യൂസ് 18 തിരൂർ. മനുഷ്യജീവന്റെ വില ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഡോക്ടർമാർ. എന്നാൽ രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ചില ഡോക്ടർമാരെ കുറിച്ചും അറിയണം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വളരെ സാധുക്കളായ ആളുകളാണ് ചികിത്സയ്ക്കായി പോകുന്നത്. അങ്ങനെയുള്ള രോഗികളുടെ കരുണയും കരുതലുമാണ് വേണ്ടത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ സ്ഥിതി പരിതാപകരമാണ്. പാലക്കാട് കുഴൽമന്ദത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തിയ ഒരു യുവതിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുളവൻമുക്ക് സ്വദേശിനി അലീമയ്ക്ക് കുത്തിവെപ്പെടുക്കുന്നതിന് പിന്നാലെ ഇടതുകാൽ തളർന്നെന്ന് പരാതി. കുടുംബത്തിൻ്റെ പരാതി DMO അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 22-നാണ് ആർത്തവ വയറുവേദനയെ തുടർന്ന് കുഴൽമന്ദം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അലീമ ചികിത്സ തേടിയത്. വയറുവേദന ശമനത്തിനായി അലീമയുടെ കയ്യിലും ഇടുപ്പിലും ഓരോ ഇഞ്ചക്ഷനുകൾ ഡോക്ടർ വെക്കുകയുണ്ടായി. കാലുവേദനയുണ്ടെന്ന് അപ്പോൾ തന്നെ ഡോക്ടറെ അറിയിച്ചെങ്കിലും മാറിക്കോളുമെന്നായിരുന്നു മറുപടി. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം കാലിൽ അമിത വേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയുമായെന്ന് അലീമ പറയുന്നു. മാർച്ച് 22 ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ടായിരുന്നു. കാല് തീരെ നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഇക്കാന്റെ സപ്പോർട്ടിലാണ് ഇതുവരെ നടന്നത്. പിന്നെ ഉമ്മ മക്കളൊക്കെ കൂടി സഹായിച്ചിട്ടാണ് പോണം. പണിക്കും പോകാൻ പറ്റില്ല. അതായത് കീഴിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കുഴൽമന്ദം PHCയിൽ വീണ്ടും എത്തിയപ്പോൾ വിറ്റാമിൻ കുറവ് മൂലമാണ് ബുദ്ധിമുട്ടെന്നും പതുക്കെ ശരിയാകുമെന്നും പറഞ്ഞ് മടക്കി അയച്ചതായും കുടുംബം ആരോപിക്കുന്നു. അലീമയുടെ ഭർത്താവ് ഫിറോസിന്റെ വരുമാനത്തിലാണ് 2 കുട്ടികളടങ്ങുന്ന കുടുംബം കഴിയുന്നത്. നിലവിൽ ഫിറോസിനും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്.
തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സർക്കാർ നൽകണമെന്നും ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭർത്താവ് ഫിറോസ് ആവശ്യപ്പെടുന്നു. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെന്റിന് ഇനി മുന്നോട്ട് പോയി എന്നെ കൊണ്ടാവില്ല. ട്രീറ്റ്മെന്റിന് പോകാൻ സ്പേസ് ചെയ്തു. എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും ഈ പാരമ്പര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. കുടുംബത്തിന്റെ പരാതിയിൽ DMO വിശദ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കുഴൽമന്ദം പോലീസിലും കുടുംബം പരാതി നൽകി. ന്യൂസ് 18 പാലക്കാട്. കേരളം ഇപ്പോൾ ലഹരി മാഫിയുടെ പിടിയിലാണ്. നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ടവർ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ വ്യാപകമായാണ് ലഹരി ഒഴുകുന്നത്. മലപ്പുറത്ത് ആഡംബര കാറിൽ കടത്തിയ MDMAയുമായി സഹോദരന്മാർ അറസ്റ്റിലായി. ആദവനാട് സ്വദേശികളായ റഷീദ്, ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. 4 ഗ്രാം MDMAയും ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആദവനാട് മാട്ടുമ്മൽ പ്രദേശത്ത് ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി 2 പേരെ അറസ്റ്റ് ചെയ്തത്. മാട്ടുമ്മൽ സ്വദേശികളായ പറമ്പൻ റഷീദ്, ഇയാളുടെ സഹോദരൻ പറമ്പൻ ഷെരീഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMA പിടിച്ചെടുത്തു. കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി വിൽപ്പന നടത്തുന്നതിനാണ് MDMA എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതികളിലൊരാൾ മുമ്പും സമാനമായ കേസുകൾ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികൾ MDMA കടത്തുന്നതിന് ഉപയോഗിച്ച ആഡംബരക്കാരും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വളാഞ്ചേരി SHO KB ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിൽ SI നിർമ്മൽ, ASIമാരായ സജികുമാർ, ജയകൃഷ്ണൻ, CPOമാരായ വിജയനന്ദു, രജിത, സനൂപ്, തോമസ് ജോസഫ്, അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചയാൾ പിടിയിൽ. പിടിയിലായത് ഇരുളം മണൽവയൽ സ്വദേശി ഹാഷിഖ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിക്കും. രാജസ്ഥാനിൽ 45 പേർ കസ്റ്റഡിയിൽ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ ശൃംഖലയെന്ന് സൂചന. മഹാരാഷ്ട്ര നാസിക്കിലെ TCS യൂണിറ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഗുരുതര ആരോപണങ്ങളുമായി ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട്. ചെയർപേഴ്സൺ വിജയ രഹത്കറുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വസ്തുതാന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിരീക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ടല്ലേ? ഒരു വാക്കുമതി ഒരു ബന്ധം നന്നാക്കാനും തകർക്കാനും. നമ്മൾ ദേഷ്യത്തിലോ നിരാശയിലോ ആയിരിക്കുമ്പോൾ എടുത്തുചാടി പറയുന്ന കാര്യങ്ങൾ പലരെയും മുറിപ്പെടുത്താം. സംസാരിക്കും മുൻപ് ചിന്തിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റൊരാളെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിക്കണം. അടുത്ത സുഹൃത്തുക്കളെക്കുറിച്ച് പോലും മോശം കാര്യങ്ങൾ സംസാരിക്കുകയും ഗോസിപ്പ് പറയുകയും ചെയ്യുന്നവരുണ്ട്. ഇത് ബന്ധങ്ങളെ തകർക്കുകയും അവിശ്വാസം വളർത്തുകയും ചെയ്യും. ഒരാളെ കുറ്റം പറയുന്നതിന് പകരം നല്ല കാര്യങ്ങളും സംസാരിച്ച് നോക്കുകയും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്നതാകട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.